താങ്കളുടെ വാക്കിൽ നിന്ന് കേൾക്കണോ എനിക്ക്? BJP ഒരു കഴിവില്ല, പാവങ്ങൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് കഴിവില്ല എന്നല്ല പറയുന്നത്. താങ്കൾക്ക് കഴിവില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. താങ്കൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്. അതിനപ്പുറത്തേക്ക് താങ്കൾ കഴിവില്ല എന്ന് ഒരിക്കലും പറയില്ല. ഞാൻ ചോദിക്കുന്നത് BJP സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു കേരളത്തിൽ. അടുത്ത ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. 2 മാസം അല്ലെ 3 മാസം. യു വെയിറ്റ് ഫോർ 2 or 3 months. മിനിമം 5 സീറ്റും കൊണ്ട് പാർലമെന്റിൽ പോയി കൈമുക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ അന്തസ് ഭാരതീയർ എന്ന അന്തസ്സോടെ നമുക്ക് പോകണമെങ്കിൽ മോദിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യല്ലാതെ മാർഗം. താങ്കൾ കുറച്ച് മുമ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ മോദി എന്നുള്ള ഒരാളാണ് ശരിക്കും ഇന്ത്യയെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. 10 കൊല്ലം മുമ്പല്ലേ? അതെ. അതിനെന്നെ കുഴപ്പം? ഞാൻ ചോദിച്ചേ 10 കൊല്ലം മുമ്പ് എനിക്കറിയാവോ? ഇടാന്ന് 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ഉറച്ചു നിൽക്കണം. എന്നെ കുളത്തം പറഞ്ഞാൽ അതേ ഉറച്ചു നിന്നോ? 10 കൊല്ലം മുമ്പ് മോദി രാജ്യത്ത് എന്തെങ്കിലും നന്മയൊന്നും ഞാൻ കരുതിയില്ല. പറയാൻ മനസ്സിലായില്ലേ? ഇപ്പോൾ നന്മ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തത് നന്മയാണെന്ന് മനസ്സിലായപ്പോൾ നന്മ വേണമെന്ന് പറഞ്ഞു. PC ജോർജ് ആയിരുന്നു ഞങ്ങളുടെ ജീവൻ. PC ജോർജ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാം. അതായത് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിരുന്നു. അദ്ദേഹം BJPയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് എത്രത്തോളം വിജയസാധ്യതയുണ്ട്? ഞാൻ അഭിപ്രായം പറയാനാ. കാരണം ഈ തൃശ്ശൂർ സീറ്റ് BJPക്ക് കിട്ടും നിങ്ങൾ ചോദിക്കണം. അപ്പം അതിന് ഉത്തരം പറയാം. തൃശ്ശൂർ സീറ്റ് BJPക്ക് കിട്ടുമോ? സാധ്യതയുണ്ട്. സാധ്യതയാണോ ഉറപ്പാണോ? സാധ്യതയുള്ളൂ. ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റാത്ത ശബരിമല വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ആ ശബരിമലയും അതുപോലെ തന്നെ ഈ ശബരിമല പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എരുമേലി ബാവൂരുപള്ളി. അതുപോലെ ഈ കാഞ്ഞിരപ്പള്ളി ഒരു അക്കരപ്പള്ളി ക്രിസ്ത്യാനികൾ ടൂറിസം പിൽഗ്രിം ടൂറിസത്തിന് ഒരു പാക്കേജ് ഒരു 1000 കോടി രൂപ മോദിജിയിൽ നിന്ന് വാങ്ങി അതിന് നടപടി സ്വീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ ആഗ്രഹം. ഒരു വിട്ടുവീഴ്ച കാണില്ല. PC ജോർജ് ആയിരുന്നു ഞങ്ങളുടെ ജീവൻ. PC ജോർജ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാം. അതായത് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിരുന്നു. അദ്ദേഹം BJPയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ വെറുത്തു എന്നുള്ളതാണ് കുറച്ച് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് BJPയിലേക്ക് താങ്കൾ പോയി. താങ്കൾ BJPയിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏകദേശം BJP പോയിട്ട് എന്താണ് ചെയ്യുന്നത് BJP പറയും, അല്ല ഞാനല്ല പറയുന്നത്. ഞാൻ BJP ചേർന്നതിന് കാരണം ഇന്ത്യ മഹാരാജ്യത്തിന് BJPയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മര്യാദയും മാന്യതയും എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഈ കേരളത്തിലെ 5-6 മുസ്ലിങ്ങളോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ ഒക്കെ BJP ചീത്ത വിളിച്ചാലും ഓൾ ഇന്ത്യ ലെവലിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും BJPക്ക് ഒപ്പമാണ് എന്ന് മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായിട്ട് മോദി എന്ന പ്രധാനമന്ത്രി മാറി. വേറൊരു പ്രശ്നം, ഈ ഇന്നിപ്പം സൗദിയിലും മറ്റ് രാജ്യങ്ങളുമൊക്കെ പോകുന്ന മലയാളികളോട് ചോദിച്ചാൽ അവർ പറയും പണ്ട് കാലത്ത് മലയാളി എന്ന് പറഞ്ഞാൽ പട്ടിയുടെ വിലയായിരുന്നു. ഇപ്പോൾ അമേരിക്കക്കാരേക്കാൾ കൂടുതൽ മറ്റ് വിദേശ രാജ്യങ്ങൾ അംഗീകാരം കൊടുക്കുന്ന മലയാളികൾക്കും ഇന്ത്യക്കാർക്കുമാണ്. അത് കാരണം മോദിയുടെ മഹത്വമാണ്. ആ മോദിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിന് നല്ലത്. മനസ്സിലാക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം മലയാളക്കര എന്ന് പറയുന്നത് ഇന്ന് 4.5 ലക്ഷം കോടി രൂപ കടവാക്കി വെച്ചിരിക്കുന്ന പിണറായിയുടെ നാണം കെട്ട ഭരണമാണ്. ആ സ്ഥാനത്ത് നമുക്ക് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാണെങ്കിൽ ജീവിക്കണമെങ്കിൽ പട്ടിണിയില്ലാതെ കേരളത്തിൽ നിന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായും മോദിയോടൊപ്പം ചേരുകയല്ലാതെ മാർഗമില്ല. ഭാരതീയർ എന്ന അന്തസ്സോടെ നമുക്ക് പോകണമെങ്കിൽ മോദിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യല്ലാതെ മാർഗം. താങ്കൾ കുറച്ച് മുമ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ മോദി എന്നുള്ള ഒരാളാണ് ശരിക്കും ഇന്ത്യയെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. 10 കൊല്ലം മുമ്പല്ലേ? അതെ. അതിനെന്നെ കുഴപ്പം? ഞാൻ ചോദിച്ചേ 10 കൊല്ലം മുമ്പ് എനിക്കറിയാവോ? നിങ്ങളിങ്ങനെ മണ്ട ചോദ്യം, നിങ്ങളൊരു നാണം കെട്ട ചോദ്യം ചോദിക്കും. ഞാൻ പറഞ്ഞതല്ല, താങ്കൾ പറഞ്ഞ ഞാൻ പറഞ്ഞു ഇടാന്ന് 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ഉറച്ചു നിൽക്കണം. എന്നെ കുളത്തം പറഞ്ഞാൽ അതേ ഉറച്ചു നിന്നോ? 10 കൊല്ലം മുമ്പ് മോദി രാജ്യത്ത് എന്തെങ്കിലും നന്മയൊന്നും ഞാൻ കരുതിയില്ല. പറയാൻ മനസ്സിലായില്ലേ? ഇപ്പോൾ നന്മ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തത് നന്മയാണെന്ന് മനസ്സിലായപ്പോൾ നന്മ വേണമെന്ന് പറഞ്ഞു. ഞാൻ കാണുന്നതാണ് പറയുന്നത്, കാണാത്ത പറയാറില്ല. കണ്ട അഭിപ്രായം പറയുന്നത്. ഒരു കാര്യം നല്ലതാന്ന് കേട്ടാൽ നല്ലതാന്ന് പറയും, ചീത്തയാന്ന് ചീത്ത. എന്തുകൊണ്ടാണ് ശരിക്കും ഈ കേരളക്കാർ ഇപ്പോൾ ഈരാറ്റുപേട്ട എക്സാമ്പിൾ കേരളക്കാർ ശരിക്കും BJP ഒന്ന് മാറ്റി നിർത്തുന്നതുകൊണ്ടാണ്? BJP മാറ്റി നിർത്തിയ കേരളക്കാർ നോക്കി നടക്കുമോ? ഇവിടെ LDF UDF ഉണ്ട്, രണ്ടും വൃത്തികെട്ടവന്മാർ, രണ്ടും കൈക്കൂലിക്കാർ. ഏത് നേതാവാ കൊള്ളാവുന്ന ഒരുത്തിൻ്റെ പേര് പറഞ്ഞ LDF-ലും UDF-ലും ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അവന്മാർ രണ്ടും കൂടെ ഒരേ നില നിന്ന് BJP വന്നാൽ അപകടമാണെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട സഖാക്കന്മാരെ എല്ലാം കൂടെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. തന്നെ തകർന്ന് വീഴും. മനസ്സിലാക്കുക, തകർന്ന് വീഴാൻ പോവുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോ നമ്മുടെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ നടത്തിയ പദയാത്ര, ഇത്ര വിജയകരമായ പദയാത്ര നടത്തുന്ന ആരെങ്കിലും വിചാരിച്ചോ?
കോൺഗ്രസിൻ്റെ പദയാത്ര നിന്നുപോയി. പക്ഷേ സുരേന്ദ്രൻ്റെ പദയാത്ര 13 ജില്ലയിലും പൂർത്തീകരിച്ച് 14 ജില്ലയിൽ, ഒരു ജില്ലയിൽ അബ്ദുള്ള കുട്ടിയാണ് പോയി, 14 ജില്ലയും പൂർത്തീകരിച്ച് തിരുവനന്തപുരത്ത് വെച്ച് മോദി വന്ന് സമാപിച്ചു. ലക്ഷങ്ങളാണ് കൂടി. മനസ്സിലായത്? ഇത് കോൺഗ്രസ് പത്തനംതിട്ടയൊന്നും യാത്ര നടത്താൻ പോലും കഴിഞ്ഞില്ല, പത്രസമ്മേളനം നടത്താൻ കഴിയാതെ ഓടി രക്ഷപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ പറയും, കോൺഗ്രസിന് നല്ല പ്രവർത്തകരുണ്ട്, നല്ല പ്രവർത്തകരുള്ള പാർട്ടിയാണ്. പക്ഷേ അവരെല്ലാം നിരാശരാണ്. പിന്നെ CPM ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പാവട്ടെ, നമ്മൾ തെരഞ്ഞെടുപ്പുകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പുതുപ്പള്ളി എന്ന് വർത്തമാനം പറഞ്ഞു കേട്ടോ. പുതുപ്പള്ളിയിൽ എനിക്ക് പോലും എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകന് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം പുതുപ്പള്ളി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ദയനീയ മരണത്തിന് ശേഷമാണ്. അദ്ദേഹത്തെ മകൻ മരുന്ന് കൊടുക്കാതെ കൊന്നു എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ ആളെ കിട്ടുകയില്ല. അത് സത്യമാണെങ്കിൽ പോലും അങ്ങനെ വിശ്വാസമില്ല മനുഷ്യന്. ആ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ നിന്നപ്പോൾ, അതും മറ്റും ചെറുപ്പക്കാരനാട്ടോ, എതിർന്ന സ്ഥാനാർത്ഥിയും ചെറുപ്പക്കാരൻ, സ്വാഭാവികമായിട്ട് ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ആ വില കിട്ടി ജയിച്ചതാണ്. അല്ലാതെ ആ ചെറുക്കൻ്റെ കഴിവല്ലല്ലോ. ഉമ്മൻചാണ്ടി എന്നുള്ള വികാരമാണ്. ആ വികാരം നിലനിർത്തുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു, UDF വിജയിച്ചു. അതുകൊണ്ട് ആ പയ്യൻ MLA ആയി. അത്രേ ഉള്ളൂ. അടുത്ത ഇലക്ഷൻ ഈ ഭൂരിപക്ഷം ഒന്നും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും കേരളത്തിൽ ശരിക്കും അടുത്ത തവണ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ BJP? ഇല്ല, BJP ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ പോലെ ഇരിക്കട്ടെ, ഒന്നുമില്ല, ഒരിക്കലുമില്ല. സീറ്റ് പിടിക്കാൻ താങ്കളുടെ വാക്കിൽ നിന്ന് കേൾക്കണോ? BJP ഒരു കഴിവില്ല, പാവങ്ങളാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് കഴിവില്ല എന്നല്ല പറയുന്നത്. താങ്കൾക്ക് കഴിവില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. താങ്കൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്. അതിനപ്പുറത്തേക്ക് താങ്കൾ കഴിവില്ല എന്ന് ഒരിക്കലും പറയില്ല. ഞാൻ ചോദിക്കുന്നത് BJP സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു കേരളത്തിൽ. അടുത്ത ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. 2 മാസം അല്ലെ 3 മാസം. യു വെയിറ്റ് ഫോർ 2 or 3 months. മിനിമം 5 സീറ്റും കൊണ്ട് പാർലമെൻറ്റിൽ പോയി കൈവെക്കുന്ന കാണിച്ചു തരാം ഞാൻ, മോദിക്ക് അനുകൂലമായിട്ട്. പിന്നെ വർത്താനം പറയുന്നു ഉറപ്പായിട്ടും. എന്താ ആവശ്യം മണ്ടത്തരം പറയാൻ നിങ്ങളെപ്പോഴുള്ളത്? ഞാൻ ഇന്നലെ കഴിഞ്ഞ തവണ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ എന്നോട് ചോദിച്ചോണം. അവിടെ ഇന്നലെ ഞാൻ വണ്ണപ്പുറത്തായിരുന്നു. ഇടുക്കി ജില്ലയാണെന്ന് ഉറപ്പാണ്. മനസ്സിലായില്ലേ? അവിടെ BJP കുടുംബസംഘം എന്ന് പോയി വിളിച്ച് ഞാൻ പോയതാണ്. 5:30 മണി. ഞാൻ 7 മണിക്ക് അവിടെ തിരിച്ചു വന്നു. 1000-ൽ കൂടുതൽ ആളുകളുണ്ട്. അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ വന്ന് മുഴുവൻ ക്രിസ്ത്യൻ ചേട്ടന്മാരാണ് വന്ന് BJPയുടെ മെമ്പർഷിപ്പ് മേടിച്ച്. മനസ്സിലായത്? ഞാനാണ് കൊടുത്തത്. എന്നാ ഫംഗ്ഷൻ, എനിക്ക് അത്ഭുതം തോന്നി. അടുത്ത ശരിക്കും BJPയോട് അടുത്ത് തുടങ്ങിയോ? അടുത്ത് തുടങ്ങിയില്ല. അടുത്തിട്ട് നാളെത്രയായി. ഞാൻ പിന്നെ എങ്ങനെ അടുത്തത്? അതുപോലെ തന്നെ ഞാൻ മണ്ണപ്പുറത്തുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട 200-ന് മുകളിൽ ആളുകളെ വന്ന് മെമ്പർഷിപ്പ് എടുത്ത് ഇന്നലെ ഒറ്റ ദിവസം. എന്നോട് അവിടുന്ന് SNDPയുടെ സെക്രട്ടറി ഉണ്ട്, ജില്ലാ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞ് SNDPയുടെ ആളുകൾ അവിടെ ഇരിക്കുന്ന പകുതി പേരെന്ന് പറയും ക്രിസ്ത്യൻ ഈഴവ വിഭാഗങ്ങളാണ് ഇപ്പോൾ BJPയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ അടുത്ത താങ്കൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത തവണ 5 സീറ്റ് മിനിമം BJP, മിനിമം 5 പേരെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിൽ മോദിക്ക് കൈവെക്കാനുണ്ടാവും കേരളത്തിൽ നിന്ന്. ഒരു സംശയം വേണം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമായിരിക്കും ആദ്യമായി നമ്മൾ ചർച്ച ചെയ്ത്. പ്രചരണങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കണ്ടീഷനിലേക്ക് തന്നെ പ്രചരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എത്രത്തോളം വിജയ സാധ്യതയുണ്ട്? ഞാൻ അഭിപ്രായം പറയാനാണ്. കാരണം ഈ തൃശ്ശൂർ സീറ്റ് BJPക്ക് കിട്ടും നിങ്ങൾ ചോദിക്കില്ല. അപ്പം അതിന് ഉത്തരം പറയാം. തൃശ്ശൂർ സീറ്റ് BJPക്ക് കിട്ടുമോ? സാധ്യതയുണ്ട്. സാധ്യതയാണോ ഉറപ്പാണോ? സാധ്യതയുള്ളൂ. ഉറപ്പ് പറയാൻ പറ്റിയത്. അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റാത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ ഒരാഴ്ച മുമ്പാണെങ്കിൽ ഉറപ്പ് പറയാം കറക്റ്റായിട്ട്. പക്ഷേ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും തൃശ്ശൂർ ജയിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. എന്തൊക്കെ സാധ്യതകളാണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ ഒരു 40 കൊല്ലം മിനിമം, അതായത് 80-ൽ MLA. അപ്പോൾ എത്രയായി? 44 കൊല്ലമാകും. പക്ഷേ ആ MLA ആകുന്നതിന് 27 വയസ്സുണ്ട്. അതിനൊരു 15-16 വയസ്സുള്ള രാഷ്ട്രീയം തുടങ്ങി. അതായത് 50-55 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. ആ പണി തുടങ്ങി എനിക്കറിയാവുന്ന അത്രയും നിങ്ങൾക്കറിയാൻ പറ്റുകയല്ലോ. എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണ് ഇതൊക്കെ. ഒന്നും തെറ്റുകയില്ല. തൃശ്ശൂർ കഴിഞ്ഞ തവണ ഞാൻ സർവേ നടത്തിയായിരുന്നു. സുരേഷ് ഗോപി നല്ല ലീഡിലാണ് ശരിക്കും ആ സർവേ അവസാനിച്ചത്. പക്ഷേ അതിനുശേഷം ഈ പുത്തൻപള്ളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പുത്തൻപള്ളി ശരിക്കും വടക്കുന്നാഥൻ്റെ മണ്ണാണെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതിനുശേഷം പാലയൂർ പള്ളി ശരിക്കും അമ്പലമായിരുന്നു എന്നുള്ള സംഭവം വരുന്നു. ശരിക്കും തൃശ്ശൂർക്കാർക്ക് ഒരു വലിയ പരാതിയുണ്ട്. ശരിക്കും BJP നേതൃത്വം തന്നെ ശരിക്കും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് താങ്കളുടെ കാഴ്ചപ്പാടൊക്കെ? എനിക്ക് അങ്ങനെ കാഴ്ചപ്പാടില്ല. അത് ഡീറ്റെയിൽസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല. ഏതായാലും സുരേഷ് ഗോപി
അങ്ങനെ മോശം കാര്യങ്ങളിലൊക്കെ ഇടപെടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കലും സുരേഷ് ഗോപി മോശം കാര്യത്തിൽ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ സ്വതന്ത്രമായി നിൽക്കുവാണെങ്കിൽ ജയിച്ചതിനെ ഈ BJPയുടെ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംശയം പറയുന്നതെന്നുള്ളതാണ്. അത് തന്നെ വിവരക്കേടല്ലേ. BJPയുടെ വോട്ട് പിന്നെ ആർക്കാ? BJPയുടെ വോട്ട് കിട്ടാതെ ആർക്കെ അവിടെ വോട്ട് കിട്ടുന്നത്? അവിടെ സ്വന്തം വോട്ട് കൊണ്ട് മാത്രം ജയിക്കുമോ? അപ്പോൾ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാതിരിക്കുക. തമാശ സ്നേഹത്തിൽ അയാൾക്ക് സ്വന്തം വോട്ട് കിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ സ്വന്തം വോട്ട് കിട്ടിയോ ഞാൻ ജയിക്കില്ല, BJPയുടെ വോട്ട് കിട്ടണം. മനസ്സിലായോ? മതി. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ തവണ ശരിക്കും ഒരു നടനായിരുന്നു, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകനാ. അതെ, അതിനെ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ. എന്നോട് ഇങ്ങനെ ഒരു ഉത്തരം അമ്മ ആചാരമില്ലാത്ത ചോദ്യം ചോദിച്ചു ഉത്തരം പറയാൻ എന്നോട് നിർബന്ധിക്കരുത്. യാതൊരു കാരണവശാലും തൃശ്ശൂർ BJP ജയിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള നിയോജകമണ്ഡലം ഒന്നാണ് തൃശ്ശൂർ. സത്യം. അടുത്ത 5 പറയുന്നതിൽ ഏതൊക്കെയാണ് മണ്ഡലം പറയുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട്, എല്ലാം തോക്കാൻ വേണ്ടി നിർത്തുകയാണ്. അല്ല, താങ്കൾ പറഞ്ഞു 5 സീറ്റ് അത് മിനിമം എന്നാ പറഞ്ഞു. 5 സീറ്റ് ഞാനങ്ങ് പറഞ്ഞാൽ പിന്നെ ബാക്കി 15 സീറ്റ് സ്ഥാനാർത്ഥികൾ വെറുതെ നിർത്തുന്നതാണല്ലോ. അതിന് താങ്കളെ സെലക്ട് ചെയ്യുകയാണ് ശരിക്കും പത്തനംതിട്ടയിൽ നിന്നുണ്ടെങ്കിൽ. എനിക്ക് നിർബന്ധമില്ല, ഞാൻ ഇതുവരെ ആരോടും സീറ്റ് ചോദിച്ചിട്ടില്ല. താങ്കൾ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം? ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി മോദിക്ക് വേണ്ടി കൈവക്കും, ഒരു സംശയം വേണ്ട. ഉറപ്പ്? ഞാൻ എന്നാ സംശയിച്ചിരിക്കുന്നത്? അതിനൊരു സംശയം വേണ്ട. ഈരാറ്റുപേട്ട ശരിക്കും താങ്കൾ കൂടി വളർത്തിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ താങ്കൾ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നേരിട്ട് ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്ലാൻ? ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഈരാറ്റുപേട്ട അല്ല, ശരിക്കും പത്തനംതിട്ടയ്ക്ക് വേണ്ടി. പത്തനംതിട്ട ഏറ്റവും പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പിൽഗ്രിം ടൂറിസമാണ്. ശബരിമല വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ശബരിമലയും അതുപോലെ തന്നെ ഈ ശബരിമല പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എരുമേലി ബാവരുപള്ളി, അതുപോലെ കാഞ്ഞിരപ്പള്ളി ഒരു അക്കരപ്പള്ളി ക്രിസ്ത്യാനിയുടേത്, ഇവിടെ അരുവിത്രപ്പള്ളി, പിന്നെ SNDPയുടെ കയ്യിൽ നമ്മുടെ വെള്ളാപ്പള്ളിയുടെ പേര് കിടക്കുന്ന സ്ഥലം 25 ഞാൻ തന്നെ പതിപ്പിച്ചു കൊടുത്തതാണ്, നമ്മുടെ മുരുകമ്മല, പിന്നെ അവിടെ ഒരു അള്ളാപ്പാറയുണ്ട്, അവിടെ കുരിശുമലയുണ്ട്. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്രാധാന്യം കൂടെ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ടൊരു വലിയ ടൂറിസം പിൽഗ്രിം ടൂറിസത്തിന് ഒരു പാക്കേജ് ഒരു 1000 കോടി രൂപ മോദിജിയിൽ നിന്ന് വാങ്ങി അതിനുള്ള നടപടി സ്വീകരിക്കുന്ന എൻ്റെ ആദ്യത്തെ ആഗ്രഹം. ഒരു വിട്ടുവീഴ്ച കാണില്ല. മലയാളപ്പുഴ എത്രയോ പ്രധാനപ്പെട്ട ഹൈന്ദവ സമൂഹം മാത്രമല്ല, അവിടെ എല്ലാ മതസ്ഥരും അവിടെ കൂടി എത്തുന്നുണ്ട്. അങ്ങനെയുള്ള പിൽഗ്രിം ടൂറിസത്തിന് പ്രാധാന്യമുണ്ട്. ഈ മേഖലയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. യാത്രാ സൗകര്യം, താമസ സൗകര്യം, അവിടെ ടോയ്ലറ്റുകൾ, അവരുടെ ഉള്ള മറ്റ് സൗകര്യങ്ങൾ, പ്രാർത്ഥനാ സൗകര്യം, ഇതെല്ലാം ഒരുക്കണം. ഒരു 1000 കോടി രൂപയെങ്കിലും മിനിമം മുടക്കേണ്ടി വരും. അത് അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയായി ഞാൻ ഈ പറഞ്ഞ ശബരിമല മാറുന്നുള്ളൂ. ശബരിമല ടു വാഗമൺ മാറുന്നുള്ളതാണ് പ്രധാനം. അതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും ശബരിമലയൊക്കെ ശരിക്കും നല്ല രീതിയിലേക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ശബരി റെയിൽവേ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ശബരി റെയിൽവേ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ശബരി വിമാനത്താവളം അത് മസ്റ്റല്ലേ. വിദേശത്തു നിന്ന് ഉള്ള പിൽഗ്രിമിന് ആളുകൾ വരുന്ന ശബരിമലയായി ബന്ധപ്പെട്ടുകൊണ്ട് വിമാനത്താവളം വേണം, എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തും. തീർച്ചയായും യാത്രയിലാണ്. കുറച്ച് സമയം നമ്മോടുകൂടെ ചെലവഴിച്ചതിൽ നന്ദി. നമസ്കാരം. താങ്ക് യു.